ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തേതൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ പുളിങ്കറിയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 18 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു നല്ല സ്വീറ്റും നല്ല സോറും അതേപോലെ നല്ല സ്പൈസിയുമായിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. നമുക്കിത് കുറേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങ 8 പീസാക്കിയിട്ട് മുറിച്ചിട്ട് എല്ലാം ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ്. നമുക്ക് തൊട്ട് കൂട്ടാൻ പറ്റുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണ് നല്ലത്. നമുക്കിത് വെള്ളമില്ലാത്തൊരു പാത്രത്തിൽ തുടച്ചെടുത്ത് വെച്ചാൽ പുറത്തും വയ്ക്കാം, അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ചെറുനാരങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി കുക്കർ എടുത്ത് വയ്ക്കുന്നു. അതിൽ നമ്മൾ അടിയൊക്കെ ഉണ്ടാക്കാൻ വയ്ക്കുന്ന പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റീൽ പ്ലേറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കണം. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയമൊന്നും വേണ്ട ഈ കറി ഉണ്ടാക്കാൻ. ചെറുനാരങ്ങ വെന്ത് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇതാ നമ്മളുടെ ചെറുനാരങ്ങയൊക്കെ പീസസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇനി ആ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വയ്ക്കാം. നമ്മുടെ ചെറുനാരങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നു. കടുകൊന്ന് പൊട്ടി വരണം കേട്ടോ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നീട് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നു. ചെറുനാരങ്ങ വെന്ത് വന്നപ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും കേട്ടോ. അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. അതും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് എരിവിനായിട്ട് നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം ചെറുനാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മളുടെ മുളക് പൊടിയൊക്കെ അതിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു 40 ഗ്രാം പുളിയാണ് പിഴിയാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മധുരം ചേർക്കണം. ആ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പൊടിക്കേണ്ടെന്ന് ആവശ്യമില്ല. അതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴേക്കും ശർക്കര മിക്സ് ആയിട്ടുണ്ടാവും. ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുറുകാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ചെറുനാരങ്ങ പുളിങ്കറി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നാരങ്ങ അച്ചാറിനൊക്കെ പകരമായിട്ട് തന്നെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയറുകളൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.